അപ്പോൾ എല്ലാവർക്കും മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് 2025 മോഡൽ ഹോണ്ട ആക്റ്റീവ 125ൻ്റെയും 2025 മോഡൽ ജൂപ്പിറ്റർ 125ൻ്റെയും ഒരു ഡീറ്റെയിൽഡ് കമ്പാരിസൺ ആണ്. ഈ രണ്ട് സ്കൂട്ടറുകളിൽ നിങ്ങൾ ഏതെടുത്താലാണ് നിങ്ങൾക്ക് വാല്യൂ ഫോർ മണി എന്നുള്ള കാര്യം നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഈ രണ്ട് സ്കൂട്ടറുകൾക്കും ഫിറ്റ് ചെയ്യാൻ പറ്റിയ ഏകദേശം 50ഓളം ഉഗ്രൻ ലേറ്റസ്റ്റ് ട്രെൻഡിങ് ആയിട്ടുള്ള ആക്സസറീസും ഞാൻ ഓൾറെഡി നമ്മുടെ ഷോപ്പ് ടാബിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ആ ഷോപ്പ് ടാബ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലിസ്റ്റ് ചെയ്ത് തരും. ഏകദേശം 50ഓളം സൂപ്പർ ആക്സസറീസ് നിങ്ങൾക്ക് തന്നെ സ്വയം ഫിറ്റ് ചെയ്യാവുന്നതാണ്. ബേസിക് ആയിട്ട് വണ്ടിക്ക് വേണ്ട ആക്സസറീസ് ആണ് ഞാൻ ലിസ്റ്റ് ചെയ്തത്. അപ്പോൾ എന്തായാലും ചെക്ക്ഔട്ട് ചെയ്തിട്ട് കൈയോടെ മേടിച്ചോളൂ. നിങ്ങൾക്ക് ഡയറക്റ്റ് അത് ക്ലിക്ക് ചെയ്ത് ഞാൻ നേരെ ഫ്ലിപ്കാർട്ടിലേക്ക് ആയിരിക്കും ലിങ്ക് പോവുക. നിങ്ങൾക്ക് അതിൽ നിങ്ങൾ ഇഷ്ടംപോലെ ക്യാഷ് ഓൺ ഡെലിവറി എങ്ങനെയാണെന്ന് വെച്ചാൽ മേടിക്കാവുന്ന. മറ്റൊരു സന്തോഷ വാർത്ത എന്ന് വെച്ചാൽ നമ്മുടെ സ്വന്തം ബ്രാൻഡായ ലോക്ക ലക്ഷറി പെർഫ്യൂംസിന്റെ ഫസ്റ്റ് പ്രോഡക്റ്റ് ഗോൾഡൻ മൂൺ എന്നുള്ള പെർഫ്യൂം ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. അടിപൊളി പെർഫ്യൂമാണ്. ഒരു വുഡി ഊത് സ്മെല്ല് വരുന്ന ഒരു അടിപൊളി പെർഫ്യൂമാണ്. നിങ്ങൾക്ക് 12 മണിക്കൂർ സിമ്പിൾ ആയിട്ട് അതിന്റെ ഫ്രാഗ്രൻസ് ഗ്യാരണ്ടി തരുന്നതാണ്. അപ്പോൾ അത് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് എന്റെ വാട്സ്ആപ്പ് നമ്പർ ഞാൻ ഇതിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ്, ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ്. ഇപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇനി വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോയിൽ നമ്മൾ ആദ്യം സംസാരിക്കാൻ പോകുന്നത് ഹോണ്ട ആക്റ്റീവ 125നെ കുറിച്ചാണ്. ഇന്ത്യയിൽ തന്നെ ടോപ്പ് സെല്ലിംഗ് ആയിട്ടുള്ള 10 സ്കൂട്ടറുകളിൽ ഒന്നാണ് നമ്മുടെ ഹോണ്ട ആക്റ്റീവ 125cc. ഇപ്പോൾ ലേറ്റസ്റ്റ് മോഡലായപ്പോൾ നിങ്ങൾക്ക് സ്മാർട്ട് കീ, അതായത് കീലെസ് എൻട്രി വരെയും അവൈലബിൾ ആണ്. വാഹനത്തിന് ഫുൾ ഫംഗ്ഷൻ ആയിട്ടുള്ള ഒരു സെമി ഡിജിറ്റൽ മീറ്റർ അവൈലബിൾ ആണ്. അതായത് ഒരു ഡിജിറ്റലും അനലോഗും മിക്സ് ആയിട്ടുള്ള മീറ്ററാണ്. നിങ്ങൾക്ക് അതിൽ ടോട്ടൽ ഫ്യൂവൽ നമുക്ക് ലഭിക്കുന്നതാണ്. അതുകൂടാതെ ഈ റേഞ്ച്, ലാസ്റ്റ് റണ്ണിലെ മൈലേജ് കാര്യങ്ങളെല്ലാം തന്നെ വണ്ടിയുടെ ഫ്യൂവൽ ഗേജിൽ, അതായത് നമ്മുടെ മീറ്റർ ഡിസ്പ്ലേയിൽ കാണിക്കുന്നതാണ്. വാഹനത്തിന് എഞ്ചിൻ കപ്പാസിറ്റി വരുന്നത് 125cc ആണ്. 4 സ്ട്രോക്ക് ആണ്, സിംഗിൾ സിലിണ്ടർ ആണ്. SOHC പ്രോഗ്രാംഡ് ഫ്യൂവൽ ഇഞ്ചക്ഷൻ ടെക്നോളജി യൂസ് ചെയ്യുന്നുണ്ട്. CVT ബെൽറ്റ് ട്രാൻസ്മിഷൻ ആണ്. ഓവറോൾ വെയിറ്റ് വരുന്നത് 110 കിലോഗ്രാമും ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് 162 മില്ലിമീറ്ററുമാണ്. സീറ്റ് ഹൈറ്റ് 712 മില്ലിമീറ്ററാണ്. വാഹനത്തിൻ്റെ ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി 5.3 ലിറ്ററാണ്. അത് കൂടാതെ നമുക്ക് ഫ്യൂവൽ എക്സ്റ്റേണലി ഫില്ല് ചെയ്യാവുന്നതാണ്. വാഹനത്തിൽ നിന്ന് ഇറങ്ങാതെ തന്നെ ഫില്ല് ചെയ്യാവുന്നതാണ്. പ്രോഗ്രാംഡ് FA ടെക്നോളജി അവൈലബിൾ ആണ്. വളരെ സൈലൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റാർട്ടിംഗ് ആയിരിക്കും കമ്പനി നമുക്ക് വാഹനത്തിൽ നൽകുന്നത്. അതിനായിട്ട് ACG ടെക്നോളജി യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഐഡിയൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് ടെക്നോളജി അവൈലബിൾ ആയതുകൊണ്ട് നിങ്ങളുടെ വാഹനം ഇപ്പോൾ സപ്പോസ് ഒരു ട്രാഫിക് ബ്ലോക്കിലെല്ലാം വെച്ചിട്ട് നിങ്ങൾക്ക് ഒരുപാട് നേരം സ്റ്റാർട്ടാക്കി നിൽക്കേണ്ട അവസ്ഥയിൽ വരികയാണെങ്കിൽ ഈ ഐഡിയൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് ഓൺ ആണെങ്കിൽ വാഹനം തനി ഓഫായി പോവുകയും പിന്നീട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ബ്രേക്ക് പ്രസ് ചെയ്തിട്ട് ആക്സിലേഷൻ തിരിച്ചു കഴിഞ്ഞാൽ വണ്ടി തിരികെ സ്റ്റാർട്ട് ആവുകയും ചെയ്യും. അപ്പോൾ അത്രയും നേരത്തേക്കുള്ള ഫ്യൂവൽ കട്ടായിട്ട് നമുക്ക് വണ്ടിയിൽ മാക്സിമം മൈലേജ് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. വാഹനത്തിൻ്റെ ഫ്രണ്ട് സൈഡിലായിട്ട് ഒരു സിംഗിൾ ഗ്ലോ ബോക്സ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അതിൽ നിങ്ങളുടെ മൊബൈൽ ഫോണോ ലേഡീസിൻ്റെ വാലറ്റ് കാര്യങ്ങളെല്ലാം തന്നെ കീപ്പ് ചെയ്യാവുന്നതാണ്. ഈ വാഹനത്തിൻ്റെ ടയറും വളരെ ഫ്യൂൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു പാറ്റേണിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു ടയറാണ് നമ്മുടെ ആക്റ്റീവ 125 സ്കൂട്ടറിന് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിന് മൈലേജിനെ കുറിച്ച് പറഞ്ഞുതരാം. വാഹനത്തിന് 125cc പ്രോഗ്രാംഡ് FI സിംഗിൾ സിലിണ്ടർ എഞ്ചിൻ നിങ്ങൾക്കൊരു 50 to 55 റേഞ്ച് നല്ലൊരു മൈലേജ് നൽകുന്നതാണ്. അതുകൂടാതെ എന്താ പറയുക, ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി വരുന്നത് 5.2 ലിറ്ററാണ്. സീറ്റിൻ്റെ താഴെയുള്ള സ്റ്റോറേജ് കപ്പാസിറ്റി വരുന്നത് 22 ലിറ്ററാണ്. जॉय म्हणजे स्कूटर सवारी और स्कूटर नु कहंदे एक्टिवा बाजी. एक्टिवा 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 स्कूटर बोले तो एक्टिवा. यंग बोले तो इंडिया हमारा, इंडिया का मतलब स्मार्ट जमाना. स्मार्ट है क्या ऑसम फीलिंग एंड ऑल फ्री व्हीलिंग ऑन स्कूटर मेरा स्कूटर अंदर एक्टिवा. एक्टिवा 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 स्कूटर बोले तो एक्टिवा. स्कूटर माने एक्टिवा, स्कूटर म्हणजे एक्टिवा. स्कूटर એટલે एक्टिवा, स्कूटर अंदर एक्टिवा. स्कूटर बोले तो एक्टिवा. ഹോണ്ട ആക്റ്റീവ 125 സ്മാർട്ടിന്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ പോകുന്നത് TVSന്റെ ജൂപ്പിറ്റർ 125 സ്മാർട്ട് എക്സ് കണക്റ്റിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകും. ജൂപ്പിറ്റർ 125 എന്ന് പറയുമ്പോൾ ജൂപ്പിറ്റർ എന്നാണ് നമ്മൾ കോമൺ ആയിട്ട് അറിയുന്നത്. ജൂപ്പിറ്ററിൽ തന്നെ 110cc 125cc സ്കൂട്ടേഴ്സ് അവൈലബിൾ ആണ്. ജൂപ്പിറ്റർ 125cc സ്മാർട്ട് എക്സ് കണക്ട് എന്ന് പറയുന്നത് ഏറ്റവും ടോപ്പ് എൻഡ് മോഡലാണ് നമ്മൾ ആക്റ്റീവ 125 സ്മാർട്ട് ആയിട്ട് കമ്പയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം അറിഞ്ഞതിന് ശേഷം ഞാനൊരു കൺക്ലൂഷൻ ഞാൻ ഈ വീഡിയോ കണ്ടതിന് ശേഷം ജൂപ്പിറ്ററിന്റെ വീഡിയോ കണ്ടതിന് ശേഷം പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ രണ്ട് സ്കൂട്ടറുകളിൽ ഏത് സ്കൂട്ടർ എടുക്കുന്നതാണ് വാല്യൂ ഫോർ മണി എന്ന്. അപ്പോൾ നമുക്ക് നേരെ ജൂപ്പിറ്ററിലേക്ക് പോവാം.
ടി വി എസ് ജുപ്പിറ്റർ 125ലേക്ക് വരുമ്പോൾ നമുക്ക് ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഓവറോൾ ഡിസൈൻ തന്നെയാണ്. ഫ്രണ്ട് ഹെഡ്ലൈറ്റ്, അതിന് താഴെയുള്ള ഫെൻഡർ പോർഷൻ, സൈഡ് പാനൽസ്, അതുപോലെ തന്നെ റിയർ സൈഡിലെല്ലാം തന്നെ ക്രോമിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഓൾറെഡി കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു റിച്ച് ഫീൽ ഇടാനായിട്ട് വാഹനത്തിൻ്റെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള 3 ഇഞ്ച് മൾട്ടി കളർ ഡിസ്പ്ലേയിൽ ഒരുപാട് ഫീച്ചേഴ്സ്, ഏകദേശം 21ഓളം അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ മൊബൈൽ ഫോൺ ഇതായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ, ടി വി എസിൻ്റെ ആപ്പായിട്ട് കണക്ട് ചെയ്താൽ കോൾ, SMS, വാട്സപ്പ് നോട്ടിഫിക്കേഷൻ, അതുകൂടാതെ വെതർ, ഫുട്ബോൾ, ക്രിക്കറ്റ് സ്കോഴ്സ്, അങ്ങനെ ഒത്തിരി ഫീച്ചേഴ്സ് നമുക്ക് ഇതിൽ ലഭിക്കുന്നതാണ്. 10x10 നാവിഗേഷൻ, അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് നമുക്ക് ഈ വാഹനത്തിൻ്റെ ഈ ഡിജിറ്റൽ മീറ്ററിൽ നമുക്ക് ലഭിക്കുന്നതാണ്. അതുകൂടാതെ ഓഡോമീറ്റർ, സ്പീഡോമീറ്റർ, ട്രാക്കോമീറ്റർ, ഫ്യൂൽ ഗേജ് എല്ലാം തന്നെ ഫുൾ ഡിജിറ്റലായിട്ടാണ് നമുക്ക് ഈ വാഹനത്തിൻ്റെ മീറ്ററിൽ ലഭിക്കുന്നത്. ടി വി എസ് ജുപ്പിറ്റർ 125 സ്മാർട്ട് എക്സ് കണക്റ്റിൻ്റെ എഞ്ചിനെ കുറിച്ച് പറയുമ്പോൾ സിംഗിൾ സിലിണ്ടർ 4 സ്ട്രോക്ക് ഡ്യുവൽ വാൽവ് SOHC ഫ്യൂൽ ഇഞ്ചക്ഷൻ ടെക്നോളജി തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇൻ്റലിഗോ സ്റ്റാർട്ടിംഗ് ടെക്നോളജി അവൈലബിൾ ആണ്. അതായത് നമ്മളുടെ ഹോണ്ടയിൽ പറയുമ്പോൾ ഐഡിയൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് ടെക്നോളജി പറയും, ഇതിൽ ഇൻ്റലിഗോ എന്ന് പറയും. സെയിം പ്രോസസ്സ് തന്നെയാണ്. വാഹനം ഒരുപാട് നേരം ഐഡിയലായിട്ട്, അതായത് സ്റ്റാർട്ട് ചെയ്ത് നിൽക്കുന്ന അവസ്ഥ വന്നു കഴിഞ്ഞാൽ വാഹനം തനിയെ ഓഫായി പോവുകയും പിന്നീട് തനിയെ ബ്രേക്ക് ഒന്ന് പ്രസ് ചെയ്ത് ആക്സിലേഷൻ തിരിച്ചു കഴിഞ്ഞാൽ തനിയെ സ്റ്റാർട്ടായി വരികയും ചെയ്യുന്നതാണ്. ആ ടെക്നോളജി ഇതിൽ ലഭിക്കുന്നുണ്ട്. വാഹനത്തിൻ്റെ ഫ്രണ്ട് ഡയമണ്ട് കട്ട് അലോയ് വീൽസ് വരുന്നുണ്ട്. അതുകൂടാതെ ഏറ്റവും വലിയ പ്രത്യേകത വെച്ചാൽ ഈ വാഹനത്തിൻ്റെ ഫ്രണ്ട് വീല് അതുപോലെ തന്നെ ബാക്ക് വീല് രണ്ടും 12 ഇഞ്ച് തന്നെയാണ് ഡയമണ്ട് കട്ട് അലോയ് വീൽസ് ലഭിക്കുന്നുണ്ട്. ഫ്രണ്ട് ഡിസ്ക് ബ്രേക്കും ബാക്കിൽ ഡ്രം ബ്രേക്കും ആയിരിക്കും. ഫ്രണ്ട് ബാക്ക് ടി വി എസിൻ്റെ തന്നെ ട്യൂബ്ലെസ് ടയേഴ്സും അവൈലബിൾ ആണ്. ഇത് ഈ ഒരു സെഗ്മെൻറ്റിൽ ഈ വണ്ടിക്ക് മാത്രമേ ഈ ഒരു ഫീച്ചർ അവൈലബിൾ ആയിട്ടുള്ളൂ. നമ്മുടെ സേഫ്റ്റിക്കായിട്ട് ഫ്രണ്ടിൽ ടെലസ്കോപ്പിക് സസ്പെൻഷൻ അവൈലബിൾ ആണ്. റിയർ സൈഡിലേക്ക് വരുമ്പോൾ നോർമൽ കോയിൽ സ്പ്രിംഗ് സസ്പെൻഷനാണ്. പക്ഷേ നമുക്ക് ആവശ്യം പോലെ ആ സ്പ്രിങ്ങിൻ്റെ ടെൻഷൻ നമ്മൾക്ക്, അതായത് കസ്റ്റമർക്ക് തന്നെ ആവശ്യം പോലെ കൈ വെച്ചിട്ട് തിരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ആ ഒരു ഫീച്ചറും നമ്മുടെ ഈ വാഹനത്തിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ആക്റ്റീവ 125ൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അറിഞ്ഞു, ജുപ്പിറ്റർ 125 സ്മാർട്ട് എക്സ് കണക്റ്റിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അറിഞ്ഞു. അപ്പോൾ ഞാൻ ഓൾറെഡി നിങ്ങൾ ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ, നിങ്ങൾ വാല്യൂ ഫോർ മണി നോക്കുന്ന ആളാണ്, ഫാമിലി യൂസ് ആണ് നിങ്ങളുടെ വണ്ടി, വലിയ ഫീച്ചേഴ്സ് ഒന്നും ആവശ്യമില്ല, നല്ല റീസെയിൽ വാല്യൂ, സ്മാർട്ട് സ്പെയർ പാർട്സിന് കോസ്റ്റ് കുറവായിരിക്കണം, അത്യാവശ്യം തലവേദനകളില്ലാതെ കൊണ്ടുനടക്കണം എന്നൊരു മൈൻഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ആക്റ്റീവ 125 ആണ് ബെസ്റ്റ് ചോയ്സ്. വീഡിയോ എടുത്ത് സ്റ്റോപ്പ് ചെയ്തോളൂ, ആക്റ്റീവ 125 എടുത്തോളൂ. എന്നാൽ നിങ്ങൾ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് ചിന്തിക്കുന്ന ആളാണ്, സ്മാർട്ട് ആയിട്ടുള്ള ടെക്നോളജീസ് ഒക്കെ യൂസ് ചെയ്യുന്നത്, ഗൂഗിൾ മാപ്പ്, അതുപോലെ കോൾ, SMS, വാട്സപ്പ്, അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം കാണണം. പിന്നെ അതുകൂടാതെ ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് സ്റ്റോപ്പ്, അങ്ങനെ ഒത്തിരി ഫീച്ചർ ഓർഡറായിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. എന്നാൽ തന്നെ നിങ്ങൾക്ക് ജുപ്പിറ്റർ 125ലേക്ക് പോകുന്നതായിരിക്കും ബെറ്റർ. കമ്പാരിറ്റീവ്ലി രണ്ട് സ്കൂട്ടറുകൾ തമ്മിൽ കമ്പാരിറ്റീവ് ചെയ്യുമ്പോൾ റീസെയിൽ വാല്യൂ കാര്യങ്ങളെല്ലാം കൂടുതൽ ആക്റ്റീവ 125 ആയിരിക്കും. സ്പെയർ പാർട്സിൻ്റെ അവൈലബിലിറ്റി കൂടുതലും ആക്റ്റീവ 125 ആയിരിക്കും. പക്ഷേ കുറച്ചുകൂടി ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിട്ട് വരുന്നത് ജുപ്പിറ്റർ 125 ആണ്. ബാക്കി എഞ്ചിൻ്റെ സ്പെക്ക് കാര്യങ്ങളെല്ലാം ഓൾമോസ്റ്റ് സെയിം തന്നെ എന്ന് പറയണം. കാരണം ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് സ്റ്റോപ്പ്, പ്രോഗ്രാംഡ് FI, പിന്നെ ഒരു സ്മാർട്ട് മോട്ടോർ ജനറേറ്റർ, ഇങ്ങനെ ഉള്ള കാര്യങ്ങളെല്ലാം തന്നെ പല പല പേരുകളിൽ രണ്ട് ബ്രാൻഡും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എഞ്ചിൻ സ്പെക്ക് കാര്യങ്ങളെല്ലാം ഓൾമോസ്റ്റ് സെയിം ആണ്. പക്ഷേ സ്പെയർ പാർട്സ് കുറച്ച് ടി വി എസിൻ്റെ ഡിലേ ആവാറുണ്ട്, ഷോറൂമിൽ നിന്ന് തന്നെ മേടിക്കേണ്ടി വരും. പക്ഷേ ആക്റ്റീവയിലേക്ക് പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏത് സർവീസ് സെൻ്ററിൽ നിന്നും ഏത് സ്പെയർ പാർട്സ് ഷോപ്പിൽ നിന്നും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കുന്നതാണ്. സ്പോട്ടിൽ തന്നെ മേടിക്കാവുന്നതാണ്, ഓർഡർ ചെയ്ത് വരുത്തേണ്ട താമസമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു റേഞ്ചിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ആക്റ്റീവ 125 എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ എന്ന് ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് മറിച്ച് അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക.